ഏതായാലും പ്രിയപ്പെട്ട ഉസ്മാൻ താരും എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഈ ബിസിനസ്സിലില്ല. പക്ഷേ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഒരു സാധാ സാധാരണ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്. നാട്ടിലൊക്കെ ജോലിക്ക് പോയിരുന്നു. പഠനം കാലം വളരെ കുറഞ്ഞ പഠനം ഉണ്ടായിട്ടുള്ളൂ. കാരണം ആ കാലത്തൊക്കെ ദാരിദ്ര്യത്തിന്റെ ഒരു അവസ്ഥയായിരുന്നല്ലോ നമുക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പുസ്തകത്തിനൊക്കെ പൈസ വെച്ചപ്പോൾ വാപ്പാൻ്റെ നല്ല അടിയാ കിട്ടുക. പുസ്തകമൊന്നും തരൂല, സ്കൂളിൽ പോയിക്കോന്ന് പറഞ്ഞു. എങ്ങനെ ഇപ്പൊ സംഭവം എന്നറിയില്ല. ഇപ്പൊ അത് ആലോചിക്കാനാണ് വയ്യ. മാഷ് എടുത്ത് പോയാൽ അവിടുന്ന് കിട്ടും അടി, പുസ്തകം ഇല്ലാത്തതിന്റെ പേരില്. പക്ഷെ വാപ്പാന്റെ ഭാഗത്ത് ന്യായം ഉണ്ടാവും. കാരണം ഞങ്ങൾ തീറ്റിപ്പോറ്റാൻ വാപ്പാക്ക് സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തതുകൊണ്ട് ഉള്ള പൈസ പുസ്തകത്തിന് എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും എന്നാണ് ചോദിക്കുക. അതുകൊണ്ട് പിന്നെ നിവൃത്തില്ല, തല്ല് പോകും. മാഷെടുത്ത് അവിടുന്ന് ഇങ്ങോട്ടും കിട്ടും. തൊട്ടടുത്തുള്ള കുട്ടിന്റെ അടുത്ത് അതിൽ നോക്കി പഠിക്കാനാണ് വാപ്പാന്റെ ഓർഡർ. ഞങ്ങൾക്കൊക്കെ പുസ്തകം കിട്ടിയിട്ട് തന്നെയല്ല. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും പുസ്തകം കിട്ടുന്ന 6, 7, 10 പേജ് പോയ 4, 5 വർഷങ്ങളൊക്കെ മറ്റുള്ള കുട്ടികൾ പഠിച്ച പുസ്തകം കിട്ടിയുള്ളൂ. പുതിയ ബുക്ക് കിട്ടുള്ളൂ. എന്നാലോ അതും ഞങ്ങൾ പൊതിഞ്ഞ് കൊണ്ടുനടക്കും. അങ്ങനെയൊക്കെ നടന്നതിൻ്റെ ഒരു കാലമുണ്ട്. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ പോയി. പിന്നെ ഗൾഫിൽ പോയി. 10, 27 വർഷം ഗൾഫിലായിരുന്നു. ഒരിക്കലും ഈ ബിസിനസ് എന്താന്ന് തിരിച്ചറിഞ്ഞിട്ടോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തിരിച്ചറിഞ്ഞോ വന്ന ആളല്ല ഞാൻ. പ്രിയപ്പെട്ട ഉമർസ്ഥാദിനുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സന്തോഷമുള്ള ഒരാളായ സൗണ്ട് കുറവുണ്ടോ? സാധ്യതയില്ല. ഇല്ല, നിങ്ങൾക്ക് ക്ലിയർ ആണ് സാറേ. ആ സൗണ്ട് കുറവുള്ള ആള് അദ്ദേഹത്തിന്റെ മൈക്കും സെറ്റ് ആക്കിയാൽ മതി. ഏതായാലും അങ്ങനെ ഗൾഫിലൊക്കെ പോയി വന്നിട്ട് ഗൾഫിൽ നിന്ന് എക്സിറ്റ് അടിച്ച് സാധാരണത്തെ ലെവലിൽ തന്നെ ജോലി ചെയ്ത് ഇവിടുന്ന് കുറേ ജോലി ചെയ്ത് ബുദ്ധിമുട്ടിയിട്ടാണ് ഗൾഫിൽ പോയത്. ഗൾഫിൽ ചെന്നപ്പം അവിടെ അതിനും വലിയ ജോലിയാണ് കിട്ടിയത്. ബേക്കറിയിലായിരുന്നു കിട്ടിയത്. അന്നൊക്കെ അങ്ങനത്തെ നല്ല ചാൻസ് ബേക്കറിയിലുള്ളായിരുന്നു. അപ്പോൾ വെറുതെ നിൽക്കേണ്ട ബേക്കറി കയറി. ഞാനൊരു നാടൻ സംസാരം ഉണ്ടാവും കേട്ടോ. ഒരു എന്താ പറയാ, പച്ച മലയാളം എന്നൊക്കെ പറയും. നമുക്കൊക്കെ മനസ്സിലാവുമായിരിക്കും. ഏതായാലും എൻ്റെ ഭാഷ അങ്ങനെയാണ്. ഇതിനായിട്ട് ഒരു ഭാഷ ഒന്നും നന്നാക്കണ്ടല്ലോ, നമ്മൾ ഉള്ളത് പറയലല്ലേ എൻ്റെ സത്യം. പിന്നെ വെറുതെ അഭിനയിച്ചുണ്ടാക്കണ്ടല്ലോ. ഏറ്റവും നല്ല അത് തന്നെയാണ് സാറേ. അതാണ് അതാണ് അപ്പൊ മൂസ സാർ നമ്മള് പ്രിയപ്പെട്ട ഒരു മുഖാണ്, എന്നും കാണുന്ന മുഖാണ് അദ്ദേഹത്തെ. അപ്പൊ ഏതായാലും ഞാൻ പറയണ്ടേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഗൾഫിലൊക്കെ പോയി അങ്ങനെ വന്ന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ബുദ്ധിമുട്ടിയിട്ട് ഉമ്മ പറയും, പൊന്നാര മോനെ ഈ ഈ ഒരു പണിയെടുത്ത് കാണാൻ വയ്യ എനിക്ക്, ഇതൊന്ന് ഗൾഫിൽ പോയിക്കോ. ഗൾഫിൽ ചെന്നപ്പോ കിട്ടിയത് നല്ല ഈ മിസ്ർ നാട്ടിലുള്ള, യമൻ നാട്ടിലുള്ള, സോമാലിയ നാട്ടിലുള്ള 2, 3 ഈ ആ, നാട്ടുകാരെ കൂടെയാണ് എനിക്ക് ജോലി കിട്ടിയത്. അവർ വലിയ മനുഷ്യന്മാരാണ്. അവരെ കൂടെ ജോലി ഒരു മലയാളക്കാരനപ്പോ ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു മനുഷ്യനായിട്ട് ഞാനും. പക്ഷെ അവരെ കൂടെ ജോലി ചെയ്ത് അവസാനം അതും നല്ല ക്ഷീണിച്ച് 10, 27 വർഷമായപ്പോഴത്തേന് കയ്യിനും കാലിനൊക്കെ വേദന തുടങ്ങി. അങ്ങനെ എക്സിറ്റ് അടിച്ച് വന്ന്. പക്ഷെ അപ്പോൾ ഇതിനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. വീടിന്റെ പണിയായി, വീട്ടിലൊക്കെ വണ്ടിയായി, എല്ലാ സൗകര്യങ്ങളായി. ചില ആളുകളൊക്കെ ഈ മൈ ലൈഫിൽ വരുമ്പോൾ പറയും എനിക്ക് കട ഉണ്ടായിരുന്നു, ഞാൻ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു, ഇവിടെ വന്നില്ല. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അത്യാവശ്യമൊക്കെ ജീവിക്കാനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ ശേഷമാണ്. അപ്പൊ എന്ന് വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർക്കും ഇത് പറ്റുന്നാണ് അർത്ഥം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വന്ന് ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ ഒരു എക്സിറ്റ് അടിച്ച് വന്നതിന് ശേഷം ഇനി തിരിച്ചു പോകാൻ ഒന്നുമില്ലല്ലോ. ജോലി എന്തെങ്കിലും ആരോഗ്യമുണ്ട്. അപ്പൊ എൻ്റെ രോഗത്തിനൊക്കെ ഉള്ള ശാന്തത കിട്ടിയപ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണം എന്നുള്ളതിലേക്ക് ഞാനൊരു ഗുഡ്സ് ഓട്ടോറിക്ഷ വാങ്ങി. അത് എൻ്റെ ഒരു സുഹൃത്ത് കൊറോണ സമയത്തായിരുന്നത്. അപ്പൊ അവന് ജോലി ഇല്ലാതായപ്പോ പറഞ്ഞു, എൻ്റെ കുട്ടികൾ പട്ടിണിയാണ് ഈ എൻ്റെ വണ്ടി എനിക്ക് കൊണ്ടാ, ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു മേൽവാടക തരുന്നുണ്ട്, എനിക്ക് തരാമെന്ന് പറഞ്ഞ് അവനെടുത്ത് കൊണ്ടുപോയി. ആ വ്യക്തി അത് കൊണ്ടുപോയി മീൻ കച്ചവടം തുടങ്ങിയത്. അപ്പൊ എൻ്റെ ജോലി പിന്നെ ഇല്ലാതായി. അങ്ങനെ ഒരു ഫ്ലോർ മില്ല് തുടങ്ങിയാണ്. നമ്മളെ ഈ അരിയൊക്കെ പൊടിക്കുന്ന ഒരു മില്ല് തുടങ്ങി. അത് ഏകദേശം ഒരു 8 ലക്ഷം പോലെ ഉറുപ്പ്യ മുടക്കി നല്ലൊരു നിലയിൽ തുടങ്ങി. അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഒരാഴ്ച മുമ്പാണ് പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് വിളിച്ചിട്ട് പറയുന്നത്, ചെറൂരോ എൻ്റെ മോൾക്ക് ഈ മെൻസസ് പീരീഡിലുള്ള പ്രശ്നങ്ങൾ മാറി. അപ്പൊ എന്താണ് ഉമർ ഉസ്താദ് വെച്ചപ്പോ അതിന് വല്ലാത്തൊരു അത്ഭുതം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത്ഭുതം വിളിച്ചു പറഞ്ഞതാ. സത്യത്തില് ഞാനും അങ്ങനത്തെ ഒരു വിഷമത്തിലായിരുന്നു. നാട്ടിലേക്ക് വന്നപ്പോഴാണ് ഭാര്യക്ക് 30 കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 10, 28 വർഷം 30 വർഷമൊക്കെ ആയ ഭാര്യക്ക് ഈ വേദന അന്നേ ഉണ്ട് എന്നാ അവർ പറഞ്ഞത്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അതിനിങ്ങനെ ചികിത്സ നടത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ചേരൂലേ. അപ്പൊ ഞാൻ പിന്നെ മറ്റൊന്നും നോക്കിയില്ല. കാരണം ഉമർ ഉസ്താദിന് വലിയ വിശ്വാസവും ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായതുകൊണ്ട് ഉമർ ഉസ്താദ് അത് എനിക്കും ഇങ്ങോട്ട് അയച്ചോടി എന്ന് മാത്രം പറഞ്ഞു. ഇതിന് ആയുഷിന്റെ അംഗീകാരം ഉണ്ടോ, ഇത് നല്ലതാണോ, ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുമോ, ഇതൊന്നും അവിടെ പിന്നെ ചോദ്യം ഉണ്ടായില്ല. അത് 3 ബോട്ടിൽ മൂപ്പര് അയച്ചു തന്ന് അത് കുടിച്ച് എൻ്റെ ഭാര്യക്ക് ആ പ്രയാസമില്ലാതെ പിറ്റത്തെ മാസം രക്തം സുഖമായിട്ട് കണ്ടു എന്നുള്ളതാണ്. അപ്പൊ ഭാര്യ പറഞ്ഞൊരു വാക്ക്,
നിങ്ങളെ മരുന്ന് കുടിച്ചിട്ടെന്ന് അറിയില്ല, ഈ പ്രാവശ്യം എനിക്ക് വേദന ഇല്ല. ഇതായിരുന്നു എൻ്റെ തുടക്കം ഈ ബിസിനസ്സിൽ. ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവങ്ങൾ. ഇതിലപ്പുറം ഒരു അനുഭവമൊന്നുമില്ല. പിന്നെ ഏതായാലും ഒരു ഏർപ്പാടൊന്നും ഇല്ലാതെ നിൽക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മില്ല് തുടങ്ങാന്നുള്ള എനിക്ക് നിന്നത്. പക്ഷെ എൻ്റെ ഭാര്യക്ക് ആ ഒരു പ്രയാസം മാറിയപ്പോൾ മുർസ്ഥാനോട് ഞാൻ ചോദിച്ചു, മുർസ്ഥാൻ ഇത് തിരക്കടില്ല സാധനം, ഇതിൽ എന്തൊക്കെയാ പിന്നെ ഉള്ളത്? അപ്പൊ മുർസ്ഥാൻ നല്ല പേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് കവചപ്രാശം ഉണ്ട് എന്ന് പറഞ്ഞു. നല്ല ഒരു 14കാരൻ്റെ ചുറുചുറുക്കുള്ള ഒരു ഉൽപ്പന്നമാണ് അത്. ഞാനത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചെറുരെ വല്ലാത്തൊരു ഒരു ആവേശവും ഉന്മേഷവുമാണ് അത് എന്ന് പറഞ്ഞപ്പോൾ ഞാനും കവചപ്രാശം കൊടുത്തേക്കാൻ പറഞ്ഞു അദ്ദേഹത്തിന്. അദ്ദേഹം കവചപ്രാശം അയച്ച് അവിടുന്ന് താമരശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് പാർസൽ വിടല. ഇത് കഴിച്ചപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ഗുണം നമുക്ക് മനസ്സിലായി. പക്ഷെ അതിന്മേല് അന്ന് 890 അതോ 810 എന്നറിയില്ല, ഞാൻ തുടങ്ങിയ കാലത്ത് കവചപ്രാശത്തിന് വില 1200 ചില്ലാം രൂപന്റെ വിലയായിരുന്നു MRP. അപ്പൊ അതിന്മേൽ ഒരു 400 ചില്ലാം രൂപ നമുക്ക് ലാഭം കിട്ടും. അങ്ങനെ നിങ്ങളോട് പറയാം, ഞാൻ ഈ സാധനം കഴിച്ചു നോക്കിയപ്പോൾ ഇതിന്റെ ഒരു ഗുണനിലവാരം മനസ്സിലാക്കി. അതങ്ങോട്ട് വിൽക്കാൻ തുടങ്ങി. ആളുകൾ നല്ലോണം, കാരണം നമ്മൾ നല്ല ബന്ധമുള്ളത് കൊണ്ട് എല്ലാ കുടുംബവും വലിയൊരു കുടുംബമാണ്. അപ്പൊ കുടുംബത്തിലേക്കൊക്കെ കൊടുത്ത് ശരിക്കും ഒരു 6000-7000 രൂപ ഒക്കെ ലാഭം കിട്ടാൻ തുടങ്ങി, റീറ്റെയിൽ പ്രോഫിറ്റ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ അയ്യൂബ് സാർ എന്ന പ്രിയപ്പെട്ട വ്യക്തിത്വം, അദ്ദേഹത്തെ എനിക്ക് ഉമർ ഉസ്താദ് പരിചയപ്പെടുത്തി തരുന്നു. എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റിയ ഒരാളെ ഞാൻ തരാം. ഇതൊന്നും ഞാൻ ബിസിനസ്സാണെന്നൊന്നും ഞാൻ അറിയില്ല. എനിക്ക് പരിചയപ്പെടുത്തി തന്നു നമ്മൾ അയ്യൂബ് സാറെ. അയ്യൂബ് സാർ എന്ത് ചെയ്തു, എൻ്റെ ഈ ഡീറ്റെയിൽ ഒക്കെ വാങ്ങിയിരുന്നു. അതുവരെ പറഞ്ഞത്, നിങ്ങളെ അഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് തരും, ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ അതിൽ വേറൊരു കാര്യമുണ്ട്, ഇത് മാത്രം പറഞ്ഞു. ബിസിനസ് ഒന്നും അറിയില്ല നമുക്കന്ന്. അദ്ദേഹം എനിക്കൊരു ഐഡിയ അടിച്ചിട്ടിരുന്നു, ഇത് ഞാനും പോലും അറിയില്ല. ഈ വാങ്ങുന്നതൊക്കെ ഇയാൾ എൻ്റെ ഐഡിയയിലാണ് വാങ്ങിയിരുന്നത്. അത് ഒരു ഫാസ്റ്റ് പോക്കിനെ ഉണ്ടായി. ഭയങ്കര വല്ലാത്ത ഒരു കച്ചവടമായിരുന്നു ആ സമയത്ത്. ഉമർ ഉസ്താദ് ഒരു ബോക്സ് ആയപ്പോൾ ഞാൻ ഇവിടെ വന്ന് ബോക്സ് പെട്ടി പൊട്ടിച്ച ആളുകൾക്ക് എത്തിക്കുമ്പോഴേക്കും വേറൊരു ബോക്സിന് ഓർഡർ കിട്ടും എനിക്ക്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഗൾഫിലൊക്കെ ഒരുപാട് കാലം വെറുതെ സമയം കളഞ്ഞു. ഇത് നല്ലൊരു പരിപാടിയാണല്ലോ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അപ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ, അതാണ് എൻ്റെ യഥാർത്ഥം. കാരണം ഇതിന്മേൽ ഒരു കവചപ്രാശത്തിന് 400 ചില്ലാനൊക്കെ കിട്ടുമ്പോ ഭയങ്കര ലാഭമല്ലേ. 10 കവചപ്രാശം വിറ്റാൽ 4000 കിട്ടൂലേ. ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. കാരണം ആ സാധനത്തിന്റെ ഗുണമേന്മ നമുക്ക് മനസ്സിലായി, ആളുകൾക്ക് എത്തിച്ചു. പിന്നെ നമ്മളോടുള്ള വിശ്വാസം ഉണ്ടല്ലോ, അങ്ങനെ ആളുകൾ കഴിക്കാൻ തുടങ്ങി. ജനങ്ങൾ വല്ലാത്ത ഓർഡറുകൾ വരാൻ. പിന്നെ 95-ലൊക്കെ വരും. 95-ലൊക്കെ നല്ല ലാഭമല്ല, നമുക്ക് 500 റുപ്യ ഇട്ട് വന്നു 95-ല്. ഇങ്ങനെ 6000-7000 പൈസന്റെ ഒരു 5 കളി നമ്മൾ ഈ സാധനം വിറ്റിട്ട് ഇങ്ങനെ വിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രിയപ്പെട്ട ഉമർ ഉസ്താദിനോട് ചോദിക്കുകയാണ് ഇവര് ലീഡേഴ്സ്, ഷാഹിർ സാറും അതുപോലെ ഉമർ, പിന്നെ അയ്യൂബ് സാറും ചോദിക്കുകയാണ്, ഈ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആള് ആരാണ്, നിങ്ങളെ എന്താണ് നിങ്ങളുമുള്ള ബന്ധം, അദ്ദേഹത്തെ ഒന്ന് കാണാൻ എന്താ മാർഗം? അപ്പോ ഒരു ദിവസം ഉമർ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയ ചെറൂരെ, എനിക്ക് നിങ്ങളെ ലീഡർമാർ വല്ലാതെ പൂതി പറയുന്നുണ്ട് നിങ്ങളെ കാണാന്. അപ്പൊ അവർക്ക് പൂതിയൊന്നുമല്ല, അവർക്ക് വന്നിട്ട് ഈ ബിസിനസ് പറഞ്ഞു തരാനാ. ഇത് ഞാൻ അറിയില്ല. അപ്പൊ നമുക്ക് തന്നെ വീട്ടിൽ ഒരാൾ വരാനും സന്തോഷം പറഞ്ഞാൽ വരാൻ പറഞ്ഞ. അങ്ങനെ അയ്യൂബ് സാറ് വരുന്നുണ്ട്, ചിലപ്പോൾ ഞാനും ഉണ്ടാവും എന്നാ പറഞ്ഞത്. പക്ഷെ അവരൊരു ഇന്നോവ വണ്ടി കൊണ്ട് 4 പേര് ഒന്നായിട്ട്, അയ്യൂബ് സാറുണ്ട്, ഷാഹിർ സാറുണ്ട്, റമീസ് സാറുണ്ട്, ഉമർ ഉസ്താദ് മൊത്തത്തിലിട്ട് വന്നു. വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നോട്, ചെറുരങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി നിങ്ങൾ നിങ്ങളെ വീട്ടിൽ വിളിച്ചു വരുത്തണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് സ്വാഭാവികം ഏറ്റവും നല്ലതാണല്ലോ എന്ന് തോന്നി. അങ്ങനെ ഒരു 5-8 ആൾക്കാരെ ഞാൻ വെറുതെ, സുഹൃത്തുക്കളും അതുപോലെ അയൽവാസികളൊക്കെ വിളിച്ചു വരുത്തി. ഇവരൊക്കെ കൂടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവര് മൊത്തത്തിലെ ഒരു സംഘം ആളുകളായി. ഞാൻ അവർക്ക് ചായ ഉണ്ടാക്കാനും വെള്ളം ഉണ്ടാക്കാനൊക്കെ നിന്ന് ഈ വന്ന ആളുകൾക്ക് നമ്മൾ ഈ ബിസിനസിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അവരൊക്കെ എൻ്റെ കൂടെ 1-2 ആൾക്കാർ ഐഡിയ അടിച്ച് ഇൻവെസ്റ്റീസ് ഒക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ബിസിനസ് അവസരത്തിലേക്ക് ഞാൻ എത്തുന്നത്. സത്യത്തിൽ അതോ ആ അവര് വന്ന് ഇത് പറയുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിൽ ഇതിനോട് വിശ്വാസം കൂടി. കാരണം എന്താ വെച്ചാൽ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചു, അതോടൊപ്പം നമുക്ക് നല്ല പ്രോഫിറ്റും കിട്ടാൻ തുടങ്ങി. പിന്നെ ഇപ്പോ ഇതിനെ കുറ്റം പറയാൻ യാതൊരു ഒരു എന്താ പറയുക ചാൻസും ഇല്ല എന്നുള്ള നിലയ്ക്ക് തന്നെ നല്ല സുഖമായിട്ട് കച്ചവടം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 10-13 മാസം കൊണ്ട് തന്നെ STC എന്ന ആ ഒരു റാങ്കിലെത്തിയാണ്. അന്നൊന്നും റാങ്ക് എന്താണ് അല്ലെങ്കിൽ ഐഡിയ എടുക്കാൻ അറിയില്ല. അതേമാതിരി ഒരു സംഭവം എനിക്കറിയില്ല.
വാങ്ങി വിൽക്കാൻ അറിയും, ആളുകളെ കയ്യിൽ ഈ സാധനം പിടിപ്പിച്ച് അവരിൽ നിന്ന് കാശ് വാങ്ങാൻ നല്ല അറിയും എനിക്ക്. കാരണം ഇതിന്റെ ഗുണം നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. ഇങ്ങനെയാണ് എൻ്റെ ഒരു വളർച്ച. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ്, അതുപോലെ തന്നെ ഒരു ഹോം മീറ്റിംഗ് നടത്തുക, അല്ലെങ്കിൽ ആ ഒരാൾക്ക് പോസ്റ്റ് ഉണ്ടാക്കുക, ഈ വക കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം STC ആയ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഐഡിയ എടുക്കാൻ എനിക്കറിയില്ല. എൻ്റെ വളർച്ച ആ ലെവലിൽ പോകുന്നത് അങ്ങനെ. അങ്ങനെ ചില ആളുകളുണ്ട്, എന്താ അമ്പും വില്ലും വിട്ടമാരും വല്ലാത്ത സ്പീഡിൽ പോയി പോകും, മറ്റൊന്നും തിരിഞ്ഞു നോക്കാതെ കയറി പോകുന്നു. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ STC ആൻഡ് അബോ ലീഡേഴ്സ് മീറ്റിംഗ് പ്രിയപ്പെട്ട ബെല്ലിസാർ വിളിക്കുമ്പോൾ ആ മീറ്റിങ്ങിന് പോയപ്പോഴാണ് ഇതിന്റെ ചൂട് മനസ്സിലാണ്ട്. ഇതിനിങ്ങനെ നേതൃത്വം ഉണ്ട് എന്നുള്ളതും, നേതൃസ്ഥാനത്ത് ചോദ്യം വരും എന്നുള്ളതും, കൂടെ വന്ന ആളുകൾക്ക് നമ്മൾ സഹായിയാകണം എന്നുള്ളതും അവരെ പഠിപ്പിക്കണം എന്നുള്ളതും ഒക്കെ പിന്നെയാണ് പഠിക്കുന്നത്. അതിന് ആ ഒരു സംഭവം അറിഞ്ഞോടുകൂടി പിന്നെ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് GTS ഒക്കെ തുടങ്ങുന്നത്. നമ്മൾ തുടങ്ങിയ സമയത്ത് GTS ഏകദേശം കൊറോണ കഴിഞ്ഞ് GTS ആളുകൾ കൂടുതൽ തുടങ്ങിയിട്ട് GTS ഒക്കെ നിർത്തിവെച്ച്, ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് ഏകദേശം STC ആകാൻ സമയത്താണ് GTS കോഴിക്കോട് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ GTS പ്രോഗ്രാം ഒന്നും അറിയില്ല. അങ്ങനെയാണ് പ്രിയപ്പെട്ട ബെന്നി സാർ നമ്മൾക്ക് ഈ സൂം വെബിനാർ ഉണ്ടാക്കി തന്നതും. ആദ്യം 50 ആളെ വെച്ച് ഉണ്ടാക്കി, പിന്നെ 100 ആയി, പിന്നെ 500 ആയി, ഇപ്പോഴും അത് തുടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സൂം എന്ന ഈ ഒരു സംഭവം കണ്ടുപിടിച്ച ആ വ്യക്തി, അദ്ദേഹത്തിന് വലിയ എന്താ പറയാ, ദൈവത്തിൽ നിന്ന് സഹായം ഉണ്ടാകണം. നമുക്കൊക്കെ ഇതുപോലെ രാവിലെ അതിരാവിലെ കാണാനും സംസാരിക്കാനും നമ്മൾ ബിസിനസ് വളർത്താനും ഒക്കെ പറ്റുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഇപ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തി വരുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ ശരിക്കും പഠിച്ചിട്ടായിരിക്കും വരിക. ചില ആളുകൾ ആ വന്ന സുഹൃത്ത്, കൊണ്ടുവരുന്ന സുഹൃത്തിനെ വിശ്വസിച്ചിട്ടായിരിക്കും വരിക. മറ്റൊന്നും ചിന്തിക്കാത്ത കയറി വരുന്ന എന്നെ പോലത്തെ ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ വന്ന് 4 പെടല് പറയില്ല നമ്മളെ ലീഡേഴ്സ് എപ്പോഴും. ഒന്ന് വന്ന് പെടലായിരിക്കും. ചിലവര് അങ്ങനെ വന്ന് പെട്ട് നോക്കുമ്പോൾ അത് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടാൽ പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടും. ഇങ്ങനെയാണ് പറയപ്പെട്ട വെന്നി സാറൊക്കെ നമുക്ക് എപ്പോഴും പറഞ്ഞു തരാനുള്ളത്. പക്ഷെ ചില ആളുകളെ വന്ന് പെടാറുണ്ടാവുള്ളൂ. ചില ആളുകൾ ശരിക്ക് വരില്ല ചെയ്യുക. ഞാനൊക്കെ ശരിക്ക് വന്നതാണ്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് ഉൽപ്പന്നം തന്നപ്പോൾ അതില് സന്തോഷം കണ്ടെത്തി. പിന്നെ അത് വിൽക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നല്ല കാശും കിട്ടാൻ തുടങ്ങി. പിന്നെ അത് രണ്ടും ആയപ്പോ പിന്നെ ഇനി മറ്റൊന്ന് പെടലല്ലല്ലോ, പിന്നെ പിന്നെ സ്നേഹിച്ച് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എല്ലാം ആയി. പ്രിയപ്പെട്ട നമ്മളെ ഇതിലുള്ള ഗ്രേറ്റ് ലീഡർ ഉസ്മാൻ ദാരിമി, ഞങ്ങളൊക്കെ ഏകദേശം ഒരു സമയത്തായിരിക്കും എത്തിയിട്ടുണ്ടാവുക. അദ്ദേഹം ഞാൻ ഇതിലേക്ക് വന്ന് കുറച്ച് സമയപ്പോഴത്തെ അദ്ദേഹത്തെ ഞാൻ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ കൂട്ടത്തിലല്ല മൂപ്പര്, മറ്റൊരു ഭാഗത്തിലൂടെ വന്നത് മാത്രം. അന്ന് ഞങ്ങളെല്ലാം ലോകി ഉണ്ടായിരുന്നു. ഞാനൊക്കെ ശരിക്കും നോട്ടടിച്ചിട്ട ആളായിരുന്നു മൂപ്പര്. പക്ഷെ അപ്പോൾ അദ്ദേഹം പോയി. ഏതായാലും ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള വെച്ചാല്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ നമ്മൾ ആദ്യം നമുക്കുള്ള ക്വാളിറ്റി, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നന്ദിയുള്ളവരാവണം നമ്മൾ എല്ലാ വിഷയത്തിലും. ആദ്യം നമുക്ക് നന്ദി ആരോടാ വേണ്ടത്? നമ്മുടെ ദൈവത്തോട് നന്ദിയുള്ളവരാവണം. കാരണം ഇതൊരു അങ്ങനത്തെ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ പിന്നെ പ്രോഡക്റ്റ് എന്നൊക്കെ പറയില്ല നമ്മള്, അല്ലേ? അപ്പോ ദൈവത്തോട് നമ്മൾ നന്ദി അർപ്പിക്കണം. കാരണം ഇത്രയും നല്ലൊരു മഹത്തായ സംഭവത്തിലേക്ക് നമ്മൾ എത്തിച്ച ദൈവത്തിനോട് നന്ദി അർപ്പിക്കുക. പിന്നെ ഈ ലോകത്തേക്ക് നമ്മൾ വരാൻ കാരണക്കാരായ നമ്മളെ മാതാപിതാക്കളോട് എന്നും നന്ദിയുള്ളവരാവണം. കാരണം ഇത് അവരില്ലെങ്കിൽ നമ്മളില്ലല്ലോ. അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്ദി കാണിക്കേണ്ടത് നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ലീഡറോടാണ്. ഇതിന്റെ കാരണക്കാരോട്, ഇതിന്റെ കമ്പനി മാനേജ്മെന്റിനോടൊക്കെ നന്ദിയുള്ളവരാണ്. നമ്മൾ നന്ദിയുള്ളവരാവണം ശരിക്കും. അതില്ലാത്ത നിലക്ക് ഈ ബിസിനസ് വളരാൻ കഴിയില്ല. ഈ ബിസിനസ് വളരാൻ ആകെ വേണ്ടത് ശരിക്ക് ഈ ഒരു താഴ്മയും നന്ദിയും ഒക്കെ വേണം നമുക്ക്. ഇതില്ലാത്ത ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം വളർച്ച മുരടിക്കല്ല. അതായത് ഒരു ആ വരുന്ന ടീമിന് പോലും ആ ഒരു സന്തോഷം ഉണ്ടാവില്ല. അത് അങ്ങനെ വളർന്ന് നന്ദിയിലൂടെ കയറി വരേണ്ട ഒരു ബിസിനസ്സാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ വലിയ നിലയിൽ എത്താൻ പറ്റും. ഒന്നുമില്ലാതെ ഒരു അലസമായ പോക്ക് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് എത്താൻ പറ്റില്ല. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ. ഒരു ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കും ആളുകൾക്ക്. ലൊക്കേഷൻ അയച്ചു കൊടുക്കണം എന്തിനാ? നമ്മൾ പോകുന്ന ആ വഴി കറക്റ്റ് നമുക്ക് കിട്ടാൻ, പിന്നെ നമുക്ക് മറ്റൊരാൾ ചോദിക്കാതെ അങ്ങോട്ട് എത്താൻ പറ്റും. എന്നതുപോലെ ലക്ഷ്യബോധം ഇല്ലാത്ത നിലക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ബിസിനസ്സിൽ തീരെ നിൽക്കരുത്. എന്തെങ്കിലുമൊക്കെ ഒരു നല്ല നല്ല ലക്ഷ്യബോധം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു അവസരമാണ് ഇത്. കാരണം ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികം മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്,
ഒരുപാട് ആളുകൾക്ക് ഒരു സ്വാന്തന ലെവലിൽ ഉയരാൻ കഴിയുന്ന ഒരു മഹൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഈ അവസരത്തെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ ലോകത്ത് ഇതിലും നല്ലൊരു അവസരം ഇല്ല എന്നാണ് നമുക്കൊക്കെ മനസ്സിലാകുക. കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നമ്മുടെ നാട്ടിൽ ഈ പാടത്തൊക്കെ പണിക്ക് പോകുന്ന, ഈ കൈക്കോട്ടും പണിക്ക് എടുക്കാൻ പോകുന്ന ആളുകൾ, കിണറ്റിന്റെ പണിയെടുക്കാൻ പോകുന്ന ആളുകൾ, തെങ്ങ് കയറ്റത്തിന് പോകുന്ന ആളുകൾ, ഇതൊക്കെ നല്ല ജോലികളാണ്, നമ്മളൊക്കെ ചെയ്തതാണ്, നമ്മൾക്ക് അതുകൊണ്ട് വളർന്നു വന്നവരാണ്, അതിനെ നിന്ദിക്കല്ല. ഇങ്ങനത്തെ ഒരു വ്യക്തി, അദ്ദേഹം കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ ഒരിക്കൽ പോലും ആ കുട്ടിയെ ആ ഒരു പണി പഠിപ്പിക്കാൻ ശ്രമിക്കൂല. മോശമായിട്ടാണോ? അദ്ദേഹത്തിന് കിട്ടിയ സമ്പാദ്യമൊക്കെ ഒരു പക്ഷെ അതുകൊണ്ടല്ലേ. എന്താ അതിന്റെ കാരണം? എന്റെ കുട്ടീനെ ഇങ്ങനെ ഇട്ടാ പോയി വെല്ലുവിളിച്ചാൽ പറ്റില്ല എന്നുള്ള ചിന്താഗതികളുണ്ടാ ആണല്ലോ. ഇനി കർഷക അവാർഡ്, കർഷകശ്രീ അവാർഡ് കിട്ടിയ ഒരു കർഷകനാവട്ടെ, അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളെ ഒരിക്കലും ഒരു കർഷകനാക്കാൻ ഇവിടെ ശ്രമിക്കൂല. കാരണം അതിന് കുറച്ച് പണിയുണ്ട്, ശരീരത്തിൽ ചളിയാവേണ്ടി വരും, വെയിലുള്ളേണ്ടി വരും, അങ്ങനെ കുറച്ച് അധ്വാനം ഉണ്ട് അതിന്. മറിച്ച് ആ മക്കളൊക്കെ നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ള ചിന്താഗതിയാണ് ഏതൊരു അച്ഛനും അമ്മക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവുക. കാരണം എൻ്റെ മോൻ, ഞാനോ കഷ്ടപ്പെട്ടു, എൻ്റെ മോൻ എങ്ങനെ കഷ്ടപ്പെടുത്താനാവില്ല എന്ന ചിന്ത ഉണ്ടാവുക. ഇവിടെ നമ്മൾ ഈ ഒരു കമ്പനീന്റെ വ്യത്യാസം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എല്ലാവരും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ, അതായത് നമ്മൾ എംഐ മാർക്കറ്റിംഗ് എന്ന ഈ ഒരു കമ്പനിയിലേക്ക് നമ്മളെ കൂട്ടുകുടുംബങ്ങൾ മൊത്തം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? മക്കളൊക്കെ വരാഞ്ഞാൽ നമുക്ക് അവരോട് വിഷമാണ്. മോനെ, ഇനി എന്താണ് നിന്റെ പ്ലാന്? എത്ര വലിയ ജോലി കിട്ടിയിട്ട് എന്തിനാണത്? നിന്റെ കഴിവും കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്ക് അടിയറവൊക്കെ എന്ന് നമ്മൾ ഉള്ളിൽ എല്ലാവർക്കും തോന്നുന്നവരായിരിക്കും. അപ്പോ ഇതിന്റെ ഒരു, എന്താ പറയാ, സുതാര്യതയാണ് അത്. ഈ ഒരു ബിസിനസിന്റെ ഒരു വലിപ്പവും ഇതിന്റെ ഒരു സന്തോഷമാണ് ആ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതൊരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഏതൊരു ഉപ്പയും ഉമ്മയും മനസ്സിലാക്കുന്ന സംഭവം, അവരവരെ മക്കളെ ഈ ഒരു വഴിയിലേക്ക് എത്തിച്ചു. കാരണം ഈ ഒരു വഴിയിലേക്ക് എത്തുന്നതോടുകൂടി എന്താവും എന്നറിയാം? ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. വലിയ മീറ്റിംഗ് അവസരത്തിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഒന്നോ രണ്ടോ ആളുകൾ, അല്ലെങ്കിൽ ഒരു 10 ആളൊക്കെ, ഒരു 1000 ആൾ കൂടുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും. കാരണം അവർക്ക് അത് നിർത്താൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരാം. എന്നാലും അതുപോലും അവർ ഏതോ വണ്ടിയുടെ അങ്കമാലിയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോ അന്ന് 10,000 13,000 വ്യക്തികൾ പങ്കെടുത്തു എന്നാ പറഞ്ഞത്. ഞാൻ ഒരാളെയാണ് സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഒരു കയ്യേകാൻ സ്ഥലത്ത് പോയപ്പോ ഒരു കാറിന്റെ മറുവിൽ ഇരുന്നിട്ട് ഒരാളുടെ സിഗരറ്റ് ഇങ്ങനെ കത്തിച്ച് വലിക്കും. ചിന്തിച്ചു നോക്കണം. നമ്മളൊരു വലിയ മതപരമായിട്ടുള്ള ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു വാതു പരിപാടിക്കോ അല്ലെങ്കിൽ എന്തൊരു പരിപാടിക്ക് പോട്ടെ, എന്തെല്ലാം നടക്കും? സിഗരറ്റ് വലി മാത്രമാണോ നടക്കുക? ആ സ്ഥാനത്ത് നമ്മളെ ഒരു നിലവാരം നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ള ആളുകൾ കണ്ടാൽ മോശമാണെന്നുള്ളവർക്ക് അയാൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ല സിഗരറ്റ്, അയാളത്തതിനുള്ള ആയുധമുണ്ട്, കത്തിക്കാനുള്ള സാധനമൊക്കെ അല്ലേ. നിങ്ങൾക്ക് എന്ത്, നിങ്ങൾ വലിക്കുന്നില്ല, വലിക്കണ്ടെന്ന് ചിന്തിച്ച് അയാൾക്ക് ചെയ്താൽ പോരെ? വലിയ കുറ്റാണോ അത്? പക്ഷെ അതുപോലും ഒരു ലജ്ജയായിട്ട് കാണുകയാണ് ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ. സാധാരണ സിഗരറ്റ് വലിക്കുന്ന വ്യക്തി അയാളെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റേതോ ഏരിയയിൽ പോയിട്ടാണ് ആ കാര്യം നിർവഹിക്കുന്നത്. ഇതിന്റെ ഒരു മഹത്വമാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റെടുത്ത ദൗത്യം അത്രയും വലുതാണ്. ഈ ഒരു കൂട്ടായ്മ അതിലേറെ സംസ്കാരമുള്ള ആളുകളായിട്ട് മാറുകയാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ ഒന്നേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ അവസരം എങ്ങനെയൊക്കെയോ ഭാഗ്യത്തില് ആരോ മുജ്ജന്മ സുഹൃതം പോലെ നമ്മളെ മുൻഗാമികളായ മാതാപിതാക്കളോ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ മുത്തച്ഛന്മാരോ ഒക്കെ പ്രാർത്ഥന ഫലമായിട്ടായിരിക്കും ഇതിലെത്തിയിട്ടുണ്ടാവുക. കൈ കിട്ടിയ അവസരമാണെങ്കിലോ ഇതിന്റെ ഗുണഫലങ്ങൾ, ഇത് വല്ലാത്തൊരു സംഭവമാണ്. അത് മനസ്സിലാക്കുക. നമ്മളൊരു വരുമാനം, പ്രോഫിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ ചോദിക്കല് എന്ത് കിട്ടും എനിക്ക് അതിൽ നിന്ന് ചോദിക്കാറുണ്ട്, അല്ലേ? എല്ലാവരും ചോദിക്കാറ് പൈസ കിട്ടുന്ന. പ്രിയപ്പെട്ടവർ, ഇതിൽ പൈസയാണോ വലിയ സംഭവം? ഇപ്പോ ഈ ഒരു ഗ്രൂപ്പില് ഇന്ന് വന്ന ആളുകള് എത്ര പേരുണ്ട്? നിങ്ങള് മൊത്തത്തില് 75 പേര് ഇതിൽ. 74 75 പേര്. ഈ 75 പേരും നമ്മൾ തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായിരുന്നത് ഇതിന്റെ മുമ്പ്? ഞാനിവിടെ വേങ്ങരക്കടുത്ത് ചെറൂര് ഗൾഫൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിരുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും ആളുകൾ ഇത് കേൾക്കാനും അവർ ഇതിന് സമയം കണ്ടെത്താനും ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന്, എന്തായാലും നമ്മൾ തമ്മിൽ ഒരു കൂട്ടായ്മ ആയില്ലേ? ഈ മനുഷ്യ മനസ്സുകൾ എങ്ങനെ ഒരുമിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു മേഖല ഏതാണുള്ളത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? സ്വന്തം ഉമ്മ അല്ലെങ്കിൽ അമ്മ പ്രസവിച്ച ഒരു സഹോദരനാണെങ്കിൽ പോലും ഇന്ന്
ആ സഹോദരന്മാർ പരസ്പരം ഒരേ ബിസിനസ് ഒരേ അങ്ങാടിയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ സുഖമില്ലായ്മയല്ലേ ഉള്ളത്. ഒരു വീട്ടിൽ തന്നെ പല ഗ്രൂപ്പീസും പല രാഷ്ട്രീയ കാഴ്ചപ്പാടും പല അവസ്ഥയിലാണ് ഒരു അമ്മ പെറ്റ സഹോദരന്മാരുള്ളതെങ്കിൽ ഇന്ന് നമ്മൾ ഇത്രയും പേര് ഒരേ അവസരത്തിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോയില്ലേ. ഇതിലും വലിയൊരു പ്രോഫിറ്റ്, ഇതിൽ വലിയതാണോ നമ്മളെ പൈസന്റെ കാര്യം, കാശിന്റെ കാര്യം? അല്ല. അത് മാത്രമാണോ നമ്മൾ ഡ്രസ് കോഡിന്റെ കാര്യത്തിൽ സംസ്ഥാനം, ഞാൻ നേരത്തെ പറഞ്ഞ സിഗരറ്റിന്റെ കാര്യത്തിൽ, ഏതൊരു വിഷയത്തിലും ഒരു പ്രത്യേക കാഴ്ചപ്പാടും ഒരു പ്രത്യേക എന്താ പറയാ ഒരു 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 കരുതലും ഉണ്ട് നമുക്ക്. ഇത് ഈ ബിസിനസ് നിന്ന് മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ മനുഷ്യര് ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്താ അറിയോ? ഒരുപാട് പാവപ്പെട്ട മനുഷ്യന്മാർക്ക് സാമ്പത്തികം മാത്രമല്ല, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മളൊരു ചാരിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കമ്പനി ഇറക്കുന്ന നല്ല പ്രോഡക്റ്റുകൾ നമ്മളെ കയ്യിൽ. ഇതറിഞ്ഞ് ഇത് കയ്യിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ പറയാം, ഞാൻ പറഞ്ഞാൽ അവനോട് പറഞ്ഞ അവൻ എന്താ തോന്നുക, ഇതിന് വില കൂടൂലേ, ഇത് വില കുറവ്, അങ്ങനെ പല ചിന്തകളാൽ നമ്മളിങ്ങനെ ഇരിക്കുക. അത് കൊടുത്താൽ സ്വീകരിക്കുമോ, ഈ ചിന്തകളൊക്കെ മാറ്റണം. ആളുകൾ എന്തോ കരുതട്ടെ, ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചോളണം. ഇപ്പോ ഞങ്ങളെ മുസ്ലിം പള്ളികളിലൊക്കെ, ഞാൻ രാജേഷ് സാറാണ് സംസാരിക്കുന്നത് കേട്ടോ. അത് സാറേ, ഞങ്ങളെ മുസ്ലിം പള്ളികളിലൊക്കെ ഇപ്പൊ ബാങ്ക് കൊടുത്തിട്ടുള്ളൂ. അതായത് സുബീന്റെ ബാങ്ക് ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോ എല്ലാവർക്കും പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ ഇന്റെയൊക്കെ ഉമ്മ ചെറിയതായെന്ന് പറയും, നമ്മൾ അന്ന് ബാങ്ക് കേൾക്കാനുള്ള സൗകര്യം കുറവായിരുന്നു പഴയ കാലത്തൊക്കെ. കാരണം സ്പീക്കറിന്റെ ഈ സൗകര്യങ്ങളൊന്നുമില്ല, എവിടുന്നോ കേൾക്കാം, അത്ര ഉള്ളായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു 2-2:30 വരെ ഉമ്മമാർക്കൊക്കെ നല്ല പണി ഉണ്ടാവും പെരയിൽ, പല ജാതി പണി ഉണ്ടാവും. കാരണം അന്ന് പള്ള നടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അത് കഴിഞ്ഞ് അന്നിന്റെ വീട്ടിലൊക്കെ പറഞ്ഞാൽ എരുമകൾ ഉണ്ടായിരുന്നു ഉപ്പാക്ക്, ആടുകൾ ഉണ്ടായിരുന്നു ഉപ്പാക്ക്. ഇതെല്ലാം കൂടി ഏറ്റവും തിന്നാനും കൊടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് ഉമ്മാക്ക് 2:30-3 മണി ചെയ്യാതെ ഉച്ചക്ക് കഞ്ഞി കൊടുത്താൽ കഞ്ഞി ഉണ്ടാവുള്ളൂ കേട്ടോ, ചോറൊന്നും ഉണ്ടാവില്ല. ഇത് കുടിക്കാൻ നേരം. അത് കഴിഞ്ഞാൽ പിന്നെ 100 നിസ്കരിക്കണം. അങ്ങനെ ഒരു അതിനൊരു വക്തിന്റെ സമയമുണ്ട്. ഈ സമയം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത് യഥാർത്ഥ സമയമാണോ, സമയം തെറ്റിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നോട് പറയും, മോനെ ആ വെയിലിന്റെ അവിടെ പോയിട്ട് ഒന്ന് അളന്നു നോക്കാൻ പറയും. ഇന്നങ്ങനെ നേരെ നിർത്തിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് അളക്കാൻ പറയും. ഞാൻ ഇങ്ങനെ കാലിന്റെ അടി വെച്ച് അളക്കും. എന്നിട്ട് പറയും 8 അടിയായി 9 അടിയായി. എന്റെ നിഴൽ ആദ്യം പാകപ്പെടുത്തി നിർത്തിയിട്ട് ആ നിഴലിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് അളക്കാൻ പറയും. ആ ഇല്ല, വാങ്ങി കൊടുത്തിട്ടില്ല. അങ്ങനെ അമ്മ നിസ്കരിക്കരുത്. ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ ഉദാഹരണം പറയാണ്. എന്നാൽ ഇന്ന് എല്ലാവരുടെ കയ്യിലും വാച്ചും ഉണ്ട്, മൊബൈലും ഉണ്ട്, എല്ലാവരുടെ വീട്ടിലും കലണ്ടർ ഉണ്ട്, മൊബൈലിലൊക്കെ കലണ്ടറാ അല്ലേ. ഈ ബാങ്കിന്റെ സമയം ഇന്നും കറക്റ്റ് അറിഞ്ഞുകൊണ്ടിരിക്കല്ലേ. നമ്മൾക്ക് വല്ല ആവശ്യമുണ്ടോ ഈ ഉസ്താദന്മാർക്കൊക്കെ പൈസ കൊടുത്ത് പള്ളിയെ ശമ്പളം കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നിർത്തിവെച്ചാൽ പോരെ, എത്രങ്ങാനും കാശ് ലാഭിക്കാൻ പറ്റും. നിങ്ങൾ ആരോ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഒരു പള്ളിയിൽ നിന്നൊരു ഒരു ആൾക്ക് ബാങ്ക് കൊടുക്കണേയും ആഴ്ച എന്തായാലും മാസത്തിൽ ശമ്പളം കൊടുക്കണ്ടേ? ഇത്ര പള്ളിയും അങ്ങനെ എല്ലാം അല്ലേ. നിങ്ങളെ ഒരു ക്ഷേത്രത്തിലാണെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിലും ഒക്കെ ഈ സംഭവം നടക്കില്ലേ? നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ നിൽക്കല്ലേ. ഇന്നിപ്പോ രാവിലെ വാങ്ങി കൊടുത്ത് ഇനിയിപ്പോ ദുഹൂർക്ക് പിന്നെ അയാൾ വാങ്ങി കൊടുക്കും. അപ്പൊ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമാണ്. എത്ര ആള് ഇവിടുന്ന് നിസ്കരിക്കാൻ വരും എന്നുള്ളത് ആ ബാങ്ക് കൊടുക്കുന്ന വ്യക്തിക്ക് യാതൊരു ഐഡിയ ഇല്ല. മാത്രം അയാൾക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. അയാളെ ഏൽപ്പിച്ച കാര്യം ചെയ്യാന്ന് മാത്രമാണ് അയാൾ ചെയ്തത്. അപ്പോ ഞാനിപ്പോ അതിന്റെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അറിയുന്നില്ല, അവർ വന്നോട്ടെ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കയ്യിലുള്ള ഈ പ്രോഡക്റ്റ്, നമ്മളെ കയ്യിലുള്ള ഈ അവസരം, നമ്മൾ ഈ ഒരു കമ്പനിന്റെ വലിപ്പം, ഇതൊക്കെ തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. ഇത് കിട്ടിയതിന് ശേഷം ഇനിയിപ്പോ ഞാൻ അതിന്റെ ആവശ്യമില്ല. ഇത് പേപ്പറിലൊക്കെ ഉണ്ടല്ലോ, വെൽനെസ് പ്രോഡക്റ്റിനെ പറ്റിയിട്ട് എല്ലാവരും പറയുന്നതല്ലേ. അതുപോലെ ഗവൺമെന്റ് ഒക്കെ അംഗീകരിച്ച, ഞാനിപ്പോ എന്തിനാ പറയുന്നൊന്ന് ചോദിക്കല്ല. നമ്മൾ ഇറങ്ങണം. ഇറങ്ങിയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു ഉദാഹരണം? ഒരു വലിയ കല്ല്, ഒരു കരിമ്പാറക്കല്ല് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഒരടി അടിച്ചാൽ പൊട്ടില്ല. ആ അടിച്ച സ്ഥലത്ത് തന്നെ കുറേ അടിക്കണം, അപ്പോഴാണ് കറക്റ്റ് പൊട്ടുക. നിങ്ങളാരും കണ്ടില്ലേ വീടിന്റെ പണിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ മുട്ടിയിട്ട് അടിക്കുന്നിട്ടില്ലേ? അത് പല സ്ഥലത്തും അടിക്കാൻ പറ്റില്ല, ഒരേ സ്ഥലത്ത് അടിക്കണം, അടിച്ചിട്ട് തന്നെ കറക്റ്റ് പൊട്ടിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇരുന്ന് ആ വ്യക്തിയോട് ചിലപ്പോൾ ഒരു പക്ഷേ സംസാരിക്കുമ്പോൾ ഈ ഏരിയയിലേക്ക് പോയ അയാൾ വരില്ല. ഈ മനുഷ്യനെ ജീവിതത്തിൽ കിട്ടൂല നമുക്ക് തോന്നിപ്പോവും. പക്ഷെ അയാളായിരിക്കും നമ്മളെ കൂടെ വരുന്ന ഏറ്റവും നല്ല വ്യക്തി. ആ ഒരു തിരിച്ചറിവും കാഴ്ചപ്പാടും നമുക്ക് ഉണ്ടായിരുന്നു. ഇത്ര മാത്രമേ ഇത് ചെയ്യാനുള്ളൂ.
കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, STC വരെ ഒരാൾ കൂടെ വന്ന ആളുകൾ ID എടുക്കാൻ അറിയാത്തൊരു മനുഷ്യനാണ് ഞാൻ. അതായത് എൻ്റെ കൂടെയുള്ള ഒരു STC, ഇപ്പോൾ STC എടുക്കണ ഏകദേശം RTCക്ക് പോകുന്ന ഒരു ലീഡർ ഉണ്ട്, എൻ്റെ നേരെ ലീഡർ. അന്ന് ആരെ എവിടെ ചേർക്കണം ഒന്നും എനിക്കറിയില്ല. ഉമർ ഉസ്താദിനോട് ഞാൻ കാര്യം പറഞ്ഞു. ഉമർ ഉസ്താദ് ഉൽപ്പന്നം നിന്നു കഴിച്ചു, നല്ല സന്തോഷം കിട്ടി. പക്ഷെ ഉമർ ഉസ്താദിനെ കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ, അവരോടൊക്കെ നന്ദി തീർത്താൽ തീരൂല. കാരണം അവരില്ലെങ്കിൽ ഇന്ന് ഞാൻ ഇതിലില്ലല്ലോ. പ്രിയപ്പെട്ട അയ്യൂബ് സാർക്ക് അദ്ദേഹത്തിന്റെ ഈ ഭാഗം നല്ല വീക്കായിരുന്നു അന്ന് ഞങ്ങളെ ഭാഗത്ത്. അത് ഒരു ഭാഗം 17 ലക്ഷം, ഒരു ഭാഗം 4.5 ലക്ഷം, ഇങ്ങനെയാണ് അന്ന് അയ്യൂബ് സാർ ഇപ്പോഴും ആ എക്സ്പീരിയൻസ് പറയേണ്ടത്. അദ്ദേഹം ഞങ്ങൾ വരുന്ന സമയത്ത്, ഉമർ സാർ വരുന്ന സമയത്ത് വെറും 4 ലക്ഷം ബിസിനസ്സുകൾ ഒരു ഭാഗത്തും, എന്ന് വെച്ചാൽ ATC ആയിട്ടില്ല പ്രിയപ്പെട്ട അയ്യൂബ്. ഇന്ന് അദ്ദേഹം NTC ലീഡറാണ്. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഒരു ഉമർ ഉസ്താദിനെ കിട്ടുകയാണ്. ഉമർ ഉസ്താദ് എന്ന വ്യക്തിയെ കിട്ടിയപ്പോൾ ഉമർ ഉസ്താദിലൂടെയാണ് എന്നെ. അപ്പോൾ അദ്ദേഹം ആ ഒരു വലിയ ശൃംഖല മുന്നോട്ട് കാണുകയാണ്. ഇന്ന് അദ്ദേഹത്തിന് 11 കോടിയാണ് ഞങ്ങളെ ഭാഗത്ത് നിന്നാണ് പറഞ്ഞത്. 4 ലക്ഷം ബിസിനസ്സുള്ള അയ്യൂബ് സാറിന് ഇന്ന് പവർ 11 കോടിയാണ് അവിടെ. ആ നാളത്തെ അങ്ങേപ്പുറത്ത് 2 കോടിയായിട്ട് 2.5 കോടിയായിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് എവിടേക്കത് മറിഞ്ഞത്. അപ്പൊ ഞാൻ എന്ന ഒരു വ്യക്തി ഇവിടെ എന്താ പറയാ, ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ് ഈ ഒരു ബിസിനസ്സിലൂടെ. നമ്മൾ ബിസിനസ് അറിഞ്ഞു വന്നതോ ഒന്നുമല്ല. ഉമർസാദ് കാര്യം പറഞ്ഞു ഉമർസാദ്. പക്ഷെ ഉമർസാദ് അന്ന് എന്ത് ചെയ്തു അറിയോ? ഞാൻ പറഞ്ഞാൽ ശരിയാവൂല അയ്യൂബ് സാർ, അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചോളൂ ഈ വ്യക്തിയായിട്ട്. ഈ വ്യക്തി നല്ല സംസാരിക്കാനൊക്കെ കഴിവുള്ള ആളാന്നൊക്കെ പറഞ്ഞു കാണും എന്നെ പറ്റി. എന്തോ കുറച്ചൊക്കെ നന്നാക്കി പറഞ്ഞു കാണുമല്ലോ. ഇപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്യുക. സാധാരണ നല്ല ആളാട്ടോ, ഉഷാറാന്ന് ലീഡർമാർ പറയില്ലേ, സത്യത്തിൽ അയാൾ അനങ്ങാത്ത ആളായിരിക്കും. എന്നാലും നമ്മൾ ആ കോൺഫിഡൻറ്റും നമ്മളൊരു നല്ല ചിന്താഗതി ഉണ്ടല്ലോ. അങ്ങനെ അയ്യൂബ് സാർ എന്നും രാത്രി 9-9:30 മണിയായി എനിക്ക് ഇങ്ങനെ വിളിക്കും. വിളിച്ചിട്ട് ഞങ്ങൾ ഒരു 1/4 മണിക്കൂർ സംസാരിക്കും. അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കിന്റെ ചാതുര്യം, ആ ഒരു വാക്കുള്ള സന്തോഷങ്ങളും കണ്ടപ്പോൾ ഈ മനുഷ്യനെ ഒന്ന് കാണണമല്ലോ എന്നുള്ളത്. എന്തായാലും മനുഷ്യന്മാർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നൂല്ലോ. അപ്പൊ മൂസ സാർ എന്നെ പറ്റി പറഞ്ഞത് ഭയങ്കര സംഭവമാണ്. ചെറു സാർ അദ്ദേഹം അങ്ങനത്തെ ആള്, അങ്ങനത്തെ ആൾ. എന്താ അദ്ദേഹത്തിന് ഞങ്ങൾ തമ്മിൽ അളിയന്മാരാണോ, ജ്യേഷ്ഠാഞ്ചന്മാരായിട്ടാണോ? എങ്ങനെ അദ്ദേഹത്തിന് അത് മനസ്സിലായത്? അല്ലെങ്കിൽ ഞാൻ മൂസ സാറെ പറ്റിയിട്ട് അങ്ങനെ മനസ്സിലാക്കിയത് എന്താ കാരണം? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം, കുടുംബ ബന്ധം ഒന്നുമില്ല. പക്ഷെ ആളെ കണ്ടാൽ നമ്മൾ തമ്മിൽ ഇടപഴകുന്ന ഈ ഒരു കമ്പനിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ അയ്യൂബ് സാർ എന്ന വ്യക്തി അന്ന് എന്ത് ചെയ്തു വെച്ചാൽ, ഉമർ ഉസ്താദിന്റെ നമ്പർ കൊടുക്കുന്നതോട് കൂടി ഞാൻ ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ഇതിന് എന്നോട് എൻ്റെ ഡീറ്റെയിൽ ചോദിച്ച് അതെന്തിനാന്ന് പോലും പറയാതെ അദ്ദേഹം ചേർത്തിട്ടു. ഇതാണ് സംഭവിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ബിസിനസ്സുകളൊക്കെ കാണിച്ച്, നിങ്ങൾ നല്ല പ്രവർത്തിക്കുക, ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്, ഇങ്ങനെയാണ് പോകുന്നത്, ഇനി ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും എന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി അറിയാതെ കയറി വന്നതാണ് നമ്മൾ. ഇപ്പൊ കയറി വന്ന് ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ ഇന്നിപ്പോ നമ്മൾ എവിടെയുള്ളത്. അപ്പോൾ ഒരു ഒരു ബന്ധമില്ലാത്ത പോലെ കൂട്ടിയണക്കാനും അതുപോലെ നാട്ടിൽ പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് എത്തിക്കാനും പറ്റുന്ന ഒരുപാട് നല്ല ഉൽപ്പന്നങ്ങളും അതുവഴി അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നു. ഇപ്പോ എൻ്റെ കൂടെ ഭർത്താക്കന്മാർ മരണപ്പെട്ട 1-2 വ്യക്തികളുണ്ട്. വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ, എൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഞാനും ഗൾഫിൽ എന്നും തമ്മിൽ കാണും. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കൂടിയിരിക്കും, ഇങ്ങനെ സംസാരിക്കും. ഞാൻ എക്സിറ്റ് അടിച്ചു വന്ന 1 മാസം കൊണ്ട് ട്യൂമർ വന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടു വന്നു. ആ ഭാര്യയ്ക്ക് 2 മക്കളാണ് അവർക്കുള്ളത്. ചെറിയൊരു ആൺകുട്ടി, ഒരു പെൺകുട്ടി മാത്രം. വലിയൊരു വീടും. അന്ന് ഗൾഫിക്ക് പോകുന്ന സമയത്ത് പെയിന്റ് അടിക്കാതെ പോയത്. അപ്പൊ അടുത്ത പ്രാവശ്യം വന്നിട്ട് നമുക്ക് പെയിന്റ് അടിക്കപ്പം എൻ്റെ അടുത്ത് കാശില്ലാതെ പോയ ആളാണ്. ഇതുവരെ ആ വീട് അങ്ങനെ കിടക്കുകയാണ്, പെയിന്റ് അടിക്കാതെ. ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കും. നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ചാരി ഇരിക്കുന്ന ഒരാള് പെട്ടെന്ന് ആ ചാരുന്ന ആള് നഷ്ടപ്പെട്ടു പോയാലുണ്ടാകുന്ന വിഷമം ചെറുതല്ല. ഇവിടെ ഞങ്ങളെ സമുദായത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പറ്റിയ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു പിരിവൊക്കെ ഉണ്ടാക്കി സഹായിക്കുന്ന ഒരു അവസ്ഥ വരും. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മഹത്തായ ഈ ഒരു വേദി, ഈ ഒരു അവസരത്തിലേക്ക് വന്നാൽ ആ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണത്. നമുക്ക് ശരിക്കും ഈ ഒരു ബിസിനസ്സിലൂടെ നല്ലൊരു ടീം ഡെവലപ്പായി വരുമ്പോൾ ആ ഒരു ടീമിനെ നമ്മൾ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ ഉപജീവന മാർഗത്തിനും അവരെ വളർച്ചയ്ക്കും ഒരു കാരണക്കാരാകുന്നതോടുകൂടി അതിൻ്റെ ഗുണം നമുക്ക് കമ്പനിയല്ലേ തരുന്നത്. ആരെങ്കിലും കുറ്റപ്പെടുത്താൻ, ആരെങ്കിലും പറ്റിക്കാനോ ഇതിലുണ്ടോ ഈ ഒരു ബിസിനസ്സിൽ? ഞാൻ മനസ്സിലാക്കിയതാണ് ഇത്.
എന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്ലെറ്റിൽ നിങ്ങൾ പോയി നോക്കിയിട്ടില്ല, നമ്മൾ കോഴിക്കോടും അതുപോലെ വയനാട്ടില് ഉള്ള പച്ചിലക്കാട്ടില് സ്ഥാപനം ഉണ്ടല്ലോ. അവിടെ കമ്പനി തന്നെ ഒരു വലിയ സ്റ്റോർ തോന്നിട്ട് അവിടെ കമ്പനി തന്നെ സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. കമ്പനി തന്നെ അത് ചേർത്താനും നമുക്ക് തരാനും ജോലിക്കാരും വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് മുടക്കാനുള്ളത്? അവിടെ ഏറ്റവും പോവുക, സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക. ഇതല്ലാത്ത എന്ത് പണി നമ്മൾ ചെയ്യുന്നത്? മറിച്ച് ഒരു 2 ലക്ഷം രൂപ മുടക്കി ചെറിയൊരു കച്ചവടം തുടങ്ങി നമ്മൾ അങ്ങാടിയിൽ എവിടെയെങ്കിലും, അത് രാവിലെ 4 മണി 5 മണിക്ക് എണീറ്റ് ആ കച്ചവടത്തിലേക്ക് പോയി. അപ്പൊ എന്റെ ജ്യേഷ്ഠന് പച്ചക്കറി കച്ചവടം കൂടി, അവൻ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇനി രാത്രി 9:20 ഇവിടെ എത്തുള്ളൂ. അതിന്റെ ഇടയിൽ 1-2 പ്രാവശ്യമൊക്കെ വന്ന് 2 മണിക്കൂറൊക്കെ ഒന്ന് ഇരുന്ന് പോകും. എത്ര ടെൻഷൻ ഉണ്ട് ആ വ്യക്തിക്ക്! എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഇരുത്തം നിങ്ങളെ കൂടെ ഇരുന്നാലും സന്തോഷത്തിലല്ല നമ്മളുള്ളത്. ഇതുപോലത്തെ ഒരു അവസരം ഇന്ന് ലോകത്ത് ഏതാണുള്ളത്? അങ്ങനെ നമ്മൾ സ്വയം വിലയിരുത്തുക, വിലയിരുത്തിയിട്ട് എന്നെ മുന്നോട്ട് പോവുക. ഇതാണ് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്നോട് പ്രിയപ്പെട്ട ഉസ്മാൻ ദാരിമി പറഞ്ഞത് നിങ്ങൾ എക്സ്പീരിയൻസ് പറയാനും അതുപോലെ തന്നെ ഒരു 6:45 സമയമാകുമ്പോഴേക്കും നിർത്താനും പറഞ്ഞിട്ടുണ്ട്. ആ സമയം ഏകദേശം 6:47 ആയിട്ടുണ്ട് എൻ്റെ ഈ ഒരു സമയം. ഏതായാലും ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു 2-3 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ വാ എന്നുള്ള അക്ഷരം കൊണ്ട് ഒരു എക്സ്പീരിയൻസ് ഞാൻ കേട്ടോ. നമുക്കൊക്കെ വേണ്ട ഒരു ചെറിയൊരു 2 മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞു നിർത്താം. വാ എന്നുള്ള ഒരു അക്ഷരം മലയാളത്തിൽ വാ അല്ലേ, അങ്ങനെ അതിൻ്റെ ഒരു 5 വാ നമുക്ക് നിർബന്ധമായിട്ടും വേണം. ഇത് നല്ലൊരു പോയിന്റ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ പരമാവധി എന്താ പറയാ പാലിക്കാനും അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്ന ഇതുപോലത്തെ ഒരു അവസരം കിട്ടുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്ക് വേണ്ട ക്വാളിറ്റികളാണ്. അതായത് വസ്ത്രധാരണം. ആദ്യത്തെ വസ്ത്രമാണ്. നല്ല വസ്ത്രധാരണമായിരിക്കും. നമ്മളൊരു കള്ളിത്തുണിയൊക്കെ കൊടുത്തിട്ട് ഒരു തുണിയൊക്കെ മടക്കി കുത്തിയിട്ട് നല്ല കവചപ്രാശമായിട്ട് കാര്യമില്ല, നമ്മളെ കണ്ട ആളുകൾ അത് വാങ്ങൂല. ഒരു ക്വാളിറ്റി നമുക്ക് എന്തായാലും അത് നമ്മൾ ഏത് സമയമായാലും ഒരു ക്വാളിറ്റി നമ്മൾ ഇങ്ങനെ നല്ലൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറയിപ്പിക്കാൻ പാടില്ല. നമ്മൾ വസ്ത്രധാരണത്തിൽ നമ്മൾ എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോവുക. രണ്ടാമത്തത് നല്ല വാക്കുകൾ. രണ്ടാമത്തെ വാട്ടാ എഴുതിച്ചോളൂ, നിങ്ങൾക്കൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ്. രണ്ടാമത് നല്ല വാക്കുകൾ. നമുക്ക് ഒരു മുടക്കവും ഇല്ലാത്തൊരു സംഭവമാണത്. ഒരാളോട് എവിടെ പോയി വരികയാണ് നിങ്ങൾ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ എവിടുക്കടാ വൈനോ എന്ന് ചോദിക്കുന്നുണ്ടോ, രണ്ടും രണ്ടാ അല്ലേ? വാക്ക് രണ്ടും ഒന്നാണെങ്കിലും ആ രണ്ടും. അപ്പൊ നല്ല വാക്കുകളെ കൊണ്ട് സൗമ്യനായി സംസാരിക്കാനൊക്കെ പഠിക്കുക. ആ രണ്ടാമത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബിസിനസ്സിന് പറ്റുന്ന ഏറ്റവും നല്ല വളമാണ് അത്. ഈ 2 കാര്യങ്ങളും: ഒന്ന് വസ്ത്രം, ഒന്ന് നല്ല വാക്കുകൾ, 3 വിദ്യ. കുറച്ചൊക്കെ ഒരു അറിവുമാണ് നമ്മൾ വെച്ചിട്ട്, ചെറിയൊരു അറിവൊന്നും ഇല്ലാതെ ഒരു കവചപ്രാശത്തിൽ എന്തൊക്കെ കൂടി നെല്ലിക്കെങ്കിലും ഉണ്ടെന്ന് പറയുന്നത്, കാട്ടുനെല്ലിക്ക 300 ഗ്രാം ഉണ്ടെന്നെങ്കിലും നിങ്ങൾ പഠിക്കണം. പിന്നെ അത് എന്താ പറയാ, നമുക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ഇത് ശ്വാസം മുട്ടലിന് അതുപോലെ തന്നെ അലർജിക്കൊക്കെ നല്ല സാധനം കേട്ടോ. കാരണം എന്താ, ഞാനിത് കഴിച്ചു എൻ്റെ കുട്ടികൾക്ക് കൊടുത്തു എന്നുള്ള ആ ഒരു അറിവെങ്കിലും നമുക്ക് ഇല്ലാതെ ഒന്നും അറിയാതെ ഞാൻ ഒരാൾക്ക് കവചപ്രാശം കൊടുത്ത് അയാൾ കവചപ്രാശം തുറന്നു നോക്കിയിട്ട് തന്നെയല്ല. ഞാൻ അയാളെ വൈരത്തൂർ എന്ന സ്ഥലത്ത് അയാളൊരു സുഹൃത്തുണ്ട്, ഇസ്മായിൽ സാർ നമുക്കൊരു, അതായത് ഇപ്പോ എന്താ റൂബി റാങ്കിലോ കോർഡിനേറ്ററിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ കവചപ്രാശം കൊണ്ട് വൈലത്തുള്ള സുഹൃത്തിന് കൊണ്ട് കൊടുത്തിട്ട് പോകുന്നു. സുഹൃത്ത് പറഞ്ഞ അവിടെ ഒന്നോട്ട് ഞാൻ പൊട്ടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വിളിച്ച ഈ ഇസ്മായിൽ സാർ വിളിച്ചിട്ട് പറയാം, അല്ല സാറേ ഈ കവചപ്രാശം എന്ന് പറഞ്ഞ സാധനം പൊടിയല്ലേ? അതെന്ത് വെച്ചു. അപ്പൊ സംഭവം അവിടെ പറഞ്ഞു പോകുന്നുണ്ട് നല്ല പൊടിയാന്ന്. ഇയാൾ കഴിച്ചപ്പോ കറുത്തിട്ടൊരു സാധനം കണ്ട് ഇയാളാകെ എക്സ്പയർ ആണെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ്, ഈ പൊടി അല്ലെങ്കിൽ കൂടി കറുത്ത കളറായിക്കോണം എക്സ്പയർ ആയിന്നാ പറഞ്ഞത്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ പറഞ്ഞു? ഞാൻ പൊടി എന്നാ പറഞ്ഞത്. ഇത് പോലും തുറന്നു നോക്കാതെ കൊണ്ടുപോയി വിറ്റിട്ട് അതിന്റെ MRP വാങ്ങി പോന്നിക്ക. എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇത് എന്താണ് എന്തെങ്കിലും നിങ്ങൾ അറിയാനുള്ള ഒരു അറിവ്, ഒരു വിദ്യ. വിദ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാ, വലിയ കോളേജിലൊന്നും പോയി പഠിക്കേണ്ട ഒരു വിദ്യ ഒന്നും ഇതിനില്ല. ഒരു അത്യാവശ്യം ഒരു അറിവ് നമുക്ക് വേണം. ഞാൻ ഇങ്ങനെ ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂല എന്നുള്ള ഒരു അറിവ്, ചെറിയൊരു അറിവ്. മൂന്നാമത് വേണ്ടത് വിനയാണ്. ഒരു താഴ്മ നമ്മളെ ജീവിതത്തിൽ എപ്പോഴും വേണം. ഞാൻ പറഞ്ഞ എടുക്കണം എന്നുള്ള ചിന്തയൊന്നും പറ്റില്ല. ഒരു 100 വട്ടമൊക്കെ ചിലപ്പോൾ ഒരാളോട് പറയുന്ന ഒരു കഞ്ഞിൽ വാങ്ങണമെങ്കിൽ അത് വരെ താഴ്മ. ഇങ്ങനൊക്കെ ഈ ചങ്ങാനോട് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായിരിക്കും എതിർക്കാത്തത്? ഇപ്പോൾ രാജേഷ് സാറ് ഇന്ന് രാവിലെ ആണ് ഇറങ്ങിയ ഒരാളെത്തുക. അദ്ദേഹത്തിന് ഒരു കാര്യം പറഞ്ഞപ്പോൾ നല്ലോണം ചൂടായി. പക്ഷെ തിരിച്ചു പോരുമ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ഒരു വഴിയും കൂടി വെച്ചിട്ടല്ലാതെ അത് അടച്ച് നമ്മൾ പോരാൻ പാടില്ല. ആ വിനയം നമുക്ക് വേണം. ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇന്നെ ഇപ്പോഴും
എതിർക്കുക അല്ലെങ്കിൽ എന്നോട് വെറുപ്പോ ഇല്ലല്ലോ ഇവൻ എന്നുള്ള തോന്നല് അയാൾക്ക് നമ്മളോട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ വിനയം നമ്മൾ എപ്പോഴും കൊണ്ടെടുക്കുക. അഞ്ചാമത്തെ കാര്യമാണ് ഏറ്റവും നല്ല വലിയത്. വജസ് എന്നാണ് പ്രിയപ്പെട്ട വെല്ലി സാർ പഠിപ്പിച്ച്. വജസ് പറഞ്ഞാൽ നമ്മളെ ശരീരമാണ് ആ സാധനം. വലിയൊരു പള്ളിയും ആകെ ഒരു കഥയായിട്ട് ഇങ്ങനെ മനുഷ്യന്മാരുടെ അടുത്തേക്ക് ഞാൻ വെൽനെസ് പ്രോഡക്റ്റ് വിൽക്കണമെന്നാന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നമ്മളിൽ നിന്ന് വാങ്ങൂല. ഒരു കോലും ചേലൊക്കെ വേണം. അപ്പം അത് കാൽമിലും നമ്മളെ കാൽമിലും അത് താരം നിറഞ്ഞ നമ്മൾ കൈമിലും കാലിലും ഒക്കെ ചുണങ്ങും ചോറിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരാളെടുത്തേക്ക് നല്ല പ്രോഡക്റ്റ് അത് നല്ല എന്നിട്ട് എന്തേ ഈ ഇങ്ങനെ ആയി എൻ്റെ കോലം എന്താ മാറ്റത്തെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അമ്മ എന്താ പറയാ? അപ്പൊ കുറച്ചൊക്കെ ഒരു രൂപം ഈ 5 നമ്മൾ എപ്പോഴും നമ്മളെ കൂടെ കൊണ്ട് കീശയിലിട്ട് കൊണ്ടു നടക്കണം. ഇതാണ് ഇങ്ങോട്ട് എനിക്ക് ഈ ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് നമ്മളെ ഉസ്മാൻ ദാരിമി വലിയ പ്രതീക്ഷയോട് കൂടി വിളിച്ചുകൊണ്ടതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കാൻ വന്നതല്ല, അത് പഠിപ്പിക്കാനൊന്നും വന്നതല്ലല്ലോ. കാരണം ഇതിലൊക്കെ ഗ്രേറ്റ് ലീഡർമാരുണ്ട്. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടാത്തതിന്റെ കുറവ് ആണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാത്തതെന്നുള്ളതൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഉസ്മാൻ ദാരിമിനൊക്കെ ഞങ്ങളെ ഗ്രൂപ്പിൽ കൊണ്ടുവന്നാൽ നല്ല എക്സ്പീരിയൻസ് ആളുകൾ പറയും. ശേഷം ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ പറയും ഇന്ന് വല്ലാത്തൊരു സംസാരം പ്രിയപ്പെട്ട ഉസ്മാൻ ദാരിമി പറഞ്ഞു എന്നൊക്കെ പറയും. അത് കരീം സാറ്, അതേപോലെ സജീദ് സാർ, ഇവരൊക്കെ വലിയ വലിയ എക്സ്പീരിയൻസ് പറഞ്ഞ വ്യക്തികളാണ്. അപ്പൊ ഇവരെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാനുള്ള കുറവുണ്ടാവും എനിക്ക് മനസ്സിലാണില്ല. പിന്നെ എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണമെന്നുള്ള അത് അത്രയും എനിക്ക് ഉറപ്പില്ല. പക്ഷെ നമ്മളിങ്ങനെ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ വ്യക്തികളൊക്കെ ഇനി എന്നെ കാണുമ്പോൾ കയ്യൊന്ന് പിടിച്ചിട്ട് സാറേ എന്തൊക്കെ വിശേഷം അന്ന് ഞങ്ങളെ മീറ്റിംഗ് വന്നിന്ന് പറയുമ്പോൾ അത് അതാണ് നമ്മളെ ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പൊ ഈ 5 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ളത്. 1 വസ്ത്രം, നല്ല വാക്കുകൾ, വിദ്യ, നല്ല വിനയം, വജസ്. വജസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിയില്ല, അത് കുറച്ച് നല്ല വാക്കാ തോന്നുന്നുണ്ട്. ഏതായാലും ആ ഒരു സംഭവം നിർബന്ധമായിട്ടും വേണം. നമ്മൾ തുണിയൊക്കെ എടുത്ത് വലിയ പല്ലൊക്കെ ചാടിയിട്ട് ഇങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോയാലൊന്നും ഒരു മനുഷ്യൻ്റെ അടി അങ്ങനെ പറഞ്ഞാൽ നമ്മളെ കമ്പനീൻ്റെ നമ്മളെ ഉൽപ്പന്നം നമ്മളെ മാനേജ്മെന്റിനൊക്കെ ഒരു തരം താഴ്ത്തലായി പോകും. കാരണം നമ്മൾ ഏറ്റെടുത്ത സംഭവത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ഉയരുക. നമ്മൾ ഏതായാലും ഉള്ളത് എവിടെയാണുള്ളത്. ഞാനൊക്കെ നിങ്ങൾക്കറിയാലോ, ഒരു അറിവും കാര്യവും ഇല്ലാത്തൊരു വ്യക്തി ഇതുപോലെ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടായ്മന്റെ മഹത്വമാണ് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഉസ്മാൻ ദാരിമി ഉസ്താദിനും ഇതുവരെ എൻ്റെ മുന്നിൽ എന്തോ സശ്രദ്ധം കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദര സഹോദരിമാർക്കും, അതുപോലെ തന്നെ മൂസ സാറ്, അദ്ദേഹം വളരെ സന്തോഷമായിട്ട് ഇന്ന് MCA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനും ഈ മൂന്നാമത്തെ ഒരു വാ ഈ മൂന്നാമത് പറഞ്ഞു. എന്താ സാറേ? മൂന്നാമത്തെ വാ. മൂന്നാമത്തെ വിദ്യ. ഓക്കെ ഓക്കെ, താങ്ക് യു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ അതിന് ഉദാഹരണം പറഞ്ഞ കവചപ്രാസത്തിന്റെ ഉള്ളിൽ എന്താന്ന് പോലും അറിയാത്ത നിങ്ങൾ കൊണ്ടുപോകരുത്. അത് നമ്മൾ കഴിച്ചു നോക്കണം എന്നതിൽ അർത്ഥം ഉണ്ട്, അതിലായി വരുന്നുണ്ട്. അതായത് ഏതൊരു വിഷയവും നമ്മൾ ആദ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് അപ്പോഴേ നമുക്ക് കണ്ണിൽ നോക്കി. നിങ്ങൾ വിസ കച്ചവടം ചെയ്യുന്ന ആളെ കണ്ടിട്ടില്ലേ? വിസ കച്ചവടം ചെയ്യല ആൾ വീട് കാണിച്ചു കൊടുക്കൂല, ആൾ വേറെ ഏതോ ഹോട്ടൽ റൂമിൽ എടുത്തിട്ടാ ചെയ്യുക. കാരണം അത് കള്ളത്തരാണ്, വീട്ടിൽ തെരഞ്ഞിരും. നമ്മളിത് സത്യസന്ധമായിട്ട് ഒരു മനുഷ്യന്റെ കണ്ണിലൊക്കെ പറയാനുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ തികച്ചും അറിഞ്ഞിരിക്കണം. ഏതായാലും സമയം വൈകിയിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ചതിലേറെ 10 മിനിറ്റ് ഏറെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉസ്മാൻ ദാരിമിയോട് ക്ഷമ പറയാണ്. അതോടൊപ്പം ഇന്ന് ഇത് കേട്ട ആൾക്കൊക്കെ എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് വലിയ കാര്യമാവട്ടെ. എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഉസ്മാൻ ദാരിമിക്കും അതുപോലെ നമുക്കൊക്കെ ഈ ഒരു ബിസിനസ്സിൽ വലിയ നിലയിലെത്താൻ സർവശക്തൻ നമ്മളൊക്കെ ഉയർത്തി കൊണ്ടുപോയി വിജയത്തിന്റെ അങ്ങേ അറ്റത്ത് ഇതിനറ്റം കാണുന്നവരെ മുന്നോട്ട് പോകും. നഷ്ടപ്പെടാതെ കയ്യിൽ നിന്ന് ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത്. കിട്ടിയ അവസരം വലുതാണ്. നമ്മൾ ചെയ്യുന്നത് ചെറിയ കോലത്തിലായിരിക്കാം, നമുക്ക് കിട്ടുന്നത് ഒന്നും കിട്ടുന്നതല്ലായിരിക്കാം. പക്ഷേ ഒരു സമയത്ത് എല്ലാം നേടും എന്നുള്ള ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകാൻ നഷ്ടപ്പെടാതെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു മീറ്റിംഗ് വന്ന് എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മേലക്ഷൻ മാർക്കറ്റ്.